ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. വളരെ കുറഞ്ഞ ചിലവിൽ കേരളത്തിൽ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലെത്തി ദേവീ ദർശനം നടത്തി എങ്ങനെ മടങ്ങി വരാമെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുറഞ്ഞ ചിലവിൽ എവിടെ നമുക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാം, 2 നേരത്തെ സൗജന്യ ഭക്ഷണം എവിടെ ലഭിക്കും, സൗവർണിക തീർത്ഥത്തിൽ എങ്ങനെ എത്തിച്ചേരാം, കുടജാത്രി യാത്രയുടെ വിശേഷങ്ങൾ ഒക്കെ തന്നെ നമുക്ക് കണ്ടുവരാം. നമ്മുടെ പുത്തൻ പുതിയൊരു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ എൻ്റെ യാത്ര തുടങ്ങുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ മൂകാംബികയ്ക്ക് പോകുന്ന ട്രെയിനാണ് ദേ വരുന്നത്, വെരാവൽ എക്സ്പ്രസ് 16:33 നമ്മുടെ തിരുവനന്തപുരം മുതൽ ഗുജറാത്തിലെ വെരാവൽ വരെ പോകുന്ന എക്സ്പ്രസ് ആണ്. ഏകദേശം സമയം 6:34 ആയിട്ടുണ്ട്. വണ്ടി ഓൾറെഡി തന്നെ ലേറ്റ് ആണ് കേട്ടോ. ഏകദേശം 5:45 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട വണ്ടിയാണ് ഇത്. നമ്മൾ സഞ്ചരിക്കുന്ന വെരാവൽ എക്സ്പ്രസ് എല്ലാ തിങ്കളാഴ്ചയുമാണ് സർവീസ് നടത്തുന്നത്. നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് 6:30 കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഏകദേശം 7 മണിയോട് കൂടിയിട്ട് നമ്മൾ ബൈണ്ടൂർ മൂകാംബിക റോഡ് ബൈണ്ടൂർ സ്റ്റേഷനിൽ എത്തും. ലോക്കലിൽ ഒരാൾക്ക് 200 രൂപയും സ്ലീപ്പറിൽ ഒരാൾക്ക് 400 രൂപയും തേർഡ് എക്കോണമിയിൽ ഒരാൾക്ക് 970 രൂപയാണ് ടിക്കറ്റ് ആകുന്നത്. തേർഡ് AC ഒക്കെ ഉള്ള വണ്ടിയാണ് ഇത് കേട്ടോ. ഏകദേശം 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ട്രെയിൻ മാർഗമാകുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചെലവിൽ എത്താനായിട്ട് പറ്റും. ബസ്സിലാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും, കൂടുതൽ തുകയാകും ടിക്കറ്റിനൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പോകുന്നതായിരിക്കും നല്ലത്. മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് കേരളത്തിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ ഉണ്ട്. അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തു നിന്ന് എടുത്ത് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന 16:34 നേത്രാവതി എക്സ്പ്രസ്. നേത്രാവതി എക്സ്പ്രസ് ഡെയിലി സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കിനും രാത്രി ഏകദേശം 1:30 ആകുന്നുണ്ട്. രാത്രിയിൽ നമ്മൾ അവിടെ 1:30 എത്തിയാലും അവിടെ AC ലോഞ്ചും വെയിറ്റിംഗ് ഹാളും എല്ലാം തന്നെ ഉണ്ട്. ഇതുകൂടാതെ ഇനി കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെരാവൽ എക്സ്പ്രസ് 16:33 വെരാവൽ എക്സ്പ്രസ് പിറ്റേ ദിവസം രാവിലെ 7 മണിയോട് കൂട്ടിയിട്ട് ബൈന്ദൂരെത്തും. ഇതൊരു വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഇത് കൂടാതെ തന്നെ 16:33 ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ്, ഇതും രാവിലെ തന്നെ ബൈന്ദൂരെത്തും. ഏകദേശം 7 മണിയോട് കൂട്ടിയിട്ട് ബൈന്ദൂരെത്തും. ഇത് ചൊവ്വാഴ്ച ദിവസം മാത്രമേ സർവീസ് നടത്തത്തുള്ളൂ. വ്യാഴാഴ്ച ദിവസം 2 ട്രെയിനുകളുണ്ട്. ആ 2 ട്രെയിനുകൾക്കും ബൈണ്ടൂർ സ്റ്റോപ്പ് ഉണ്ട്. 11 മണിക്ക് രാവിലെ 11 മണിക്ക് 12:22 ഗരീബ് രഥ് എക്സ്പ്രസ്. ഇത് ഫുൾ AC ആണ് കേട്ടോ. ഇത് അന്നേ ദിവസം രാത്രി 10 മണിക്ക് ബൈണ്ടൂർ എത്തും. ഇത് കൂടാതെ തന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, 19:25 ഭാവ്നഗർ എക്സ്പ്രസ്. ഇത് രാവിലെ പിറ്റേ ദിവസം രാവിലെ 6:30 ബൈണ്ടൂർ എത്തുന്നത്. ഇത് കൂടാതെ തന്നെ എല്ലാ ശനിയാഴ്ചയും 16:31 ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്. ഇത് പിറ്റേ ദിവസം രാവിലെ 6:30 ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. വീക്കിലുള്ള ട്രെയിനുകൾ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലിലും കറന്റ് അവൈലബിലിറ്റി നോക്കിയും നമുക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് കയ്യിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനെ നമ്മുടെ ട്രെയിന് കുന്താപുരയിലേക്ക് അടുത്തിരിക്കുകയാണ്. ഈ കുന്താപുര റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ബസ് മാർഗം പോകുന്നവർ പലരും ഉണ്ട് കേട്ടോ. അതിലും നല്ലത് തന്നെ നമുക്ക് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മൂകാംബികയിലേക്ക് ബസ് മാർഗം എത്തിച്ചേരുന്നതായിരിക്കും നല്ലത്. കുന്താപുര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തത് മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. രാവിലെ ഏകദേശം 6:56 7 മണി അടുത്തായില്ല, 7 മണി അടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. മൂകാംബിക പോകേണ്ട ഏവരും തന്നെ ഇറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെയാണ് ബൈണ്ടൂർ. അതിവിശാലമായ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ കൊങ്കൺ പാതയിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് കയറുമ്പോൾ ഏകദേശം 1/4 മണിക്കൂറോളം നമ്മുടെ വണ്ടി ലേറ്റ് ആയിരുന്നു. എന്നാലേ ഓൺ ടൈമിൽ തന്നെ നമ്മൾ ബൈണ്ടൂർ എത്തിയിരിക്കുകയാണ്. മൂകാംബിക ക്ഷേത്രത്തിനോട് ഏകദേശം 40 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ബൈണ്ടൂർ. മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ മൂകാംബികയിൽ പോകുന്ന ഏവരും തന്നെ ഇറങ്ങുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് ബൈണ്ടൂർ. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബൈണ്ടൂരേക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് മാംഗ്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് ലോക്കൽ ട്രെയിനുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. പൂനെക്ക് പോകുന്നതും മുംബൈക്ക് പോകുന്നതും ഒക്കെ തന്നെ ട്രെയിനുകൾ നമുക്ക് ബൈണ്ടൂരിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ലോക്കൽ ഒരുപാട് ട്രെയിനുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബൈണ്ടൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ.
അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കൊങ്കൺ പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെയാണ് നമ്മുടെ ഈ മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്നത്. ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ടാണ് ഞാൻ ട്രെയിൻ കയറിയത്. രാവിലെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ധാരാളം മലയാളികളാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഈ ട്രെയിനിൽ വരുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ഓർത്തു വീക്ക് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്ക് നന്നായി കുറവായിരിക്കുന്നത്. ഈ കാണുന്നതാണ് മോനെ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര് തന്നെ. ചെറിയൊരു വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഈ സ്റ്റേഷനുള്ളൂ. ഇത് മൺസൂൺ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി പച്ചിപ്പായിരിക്കും. അത്ര മനോഹരമായിരിക്കും ഇവിടെ കാണാനായിട്ട്. ഇപ്പോഴ് വേനലൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പശ്ചിമഘട്ട മലനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ഒക്കെ തന്നെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ടീ ഷോപ്പുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റിംഗ് ഏരിയയും കഫറ്റേരിയയും ഒക്കെ തന്നെയുണ്ട്. ഈ കാണുന്നതാണ് വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് വെയിറ്റിംഗ് ബാത്റൂം ഒക്കെ തന്നെ നീറ്റാണ് വെയിറ്റിംഗ് ഏരിയയിൽ. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ലോഞ്ചാണ്, AC ലോഞ്ചാണ് കേട്ടോ. ഇവിടെ നമുക്ക് 1 മണിക്കൂറത്തേക്ക് ആകുന്നത് 50 രൂപ പ്ലസ് GST ആണ് കേട്ടോ. വലിയ വലിയ സോഫയും അതിനപ്പുറത്ത് കുഷനുള്ള ചെയറും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടോ. പ്രീമിയം സോഫയുണ്ട് കേട്ടോ, ലാർജ്. അതിനെല്ലാം തന്നെ 50 രൂപയാണ്. അതുപോലെ തന്നെ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. ക്ലോക്ക് റൂം സൗകര്യം ഇവിടെയുണ്ട്. പക്ഷേ ഇത് തുറന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോഴും സമയം ഏകദേശം 7:05 കഴിഞ്ഞു. എന്റെ കൂടെ വന്നവരെല്ലാം തന്നെ പോയി കേട്ടോ. നമ്മുടെ മുൻപിലായിട്ടും ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്നത് മുന്നിൽ തന്നെ കാണുന്നത് ഇവിടുത്തെ ഉണ്ടല്ലോ ടിക്കറ്റ് കൗണ്ടറാണ്. ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. നമ്മളിപ്പം പോകുന്നത് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലേക്കാണ്. നേത്രാവതി എക്സ്പ്രസിനാണ് നമ്മൾ വരുന്നത്. 16:34 നേത്രാവതി എക്സ്പ്രസിനാണ് നമ്മൾ വരുന്നെങ്കിൽ ഈ ലോഞ്ചുകളിലൊക്കെ തന്നെ നമുക്ക് വിശ്രമിച്ചിട്ട് രാവിലെ ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കും. ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ധാരാളം ടാക്സികളൊക്കെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ടാക്സികൾ മാത്രമല്ല ഓട്ടോകളും നമുക്ക് കിട്ടും. ഇതുണ്ട് ക്യാൻവാസ് ചെയ്യുന്നതൊക്കെ കേട്ടോ. ആ കാണുന്നത് ഹോട്ടൽ അംബിക ഇന്റർനാഷണൽ ആണ്. നമ്മൾ ഈ കാണുന്നത് സ്റ്റേഷന്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോഴേ ഇവിടുന്ന് ധാരാളം ഓട്ടോ ടാക്സി സർവീസുകളൊക്കെ തന്നെ മൂകാംബികയിലൊക്കെ ഉണ്ട്. മൂകാംബികയിലേക്ക് ഓട്ടോയ്ക്ക് 600 രൂപ മുതൽ 800 രൂപ മേടിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. അതിമനോഹരമായ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഹോട്ടൽ അംബിക ഇന്റർനാഷണൽ. ഇവിടെയും നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ടാക്സിക്കാണെങ്കിൽ ഏകദേശം ഉണ്ടല്ലോ 1200-1500 ഇടയിൽ ചാർജ് ഈടാക്കും. നമ്മൾ പോകുന്നത് ബസ്സിനാണ്. നേരെ നടന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് വരും. ബൈണ്ടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരും. ബസ്സിനൊക്കെ ആകുമ്പോഴേ നമുക്ക് ചെലവ് ചുരുക്കി യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം നമ്മളൊരു 400-300 മീറ്റർ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇതുവഴിയാണ് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അതുവഴി ഇങ്ങോട്ട് പോവുക. ഏകദേശം ഒരു 100 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ ഹൈവേ എത്തും. ഇതാണ് ആ ഹൈവേ. ഹൈവേയിൽ നിന്ന് ലെഫ്റ്റ് ഈ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ. പ്രൈവറ്റ് ബസ് മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. നമുക്കുണ്ടല്ലോ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അതിലുള്ള ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാനുള്ള ക്യാൻറ്റീൻ സൗകര്യം ഒക്കെ തന്നെ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ പെയ്യെ നടന്നിട്ട് ബൈണ്ടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ബസ് കണ്ടോ, ഈ ബസ് പോകുന്നത് കൊല്ലൂർ മൂകാംബികയിലേക്കാണ് കണ്ടോ. ഇതിനകത്ത് ഇപ്പം തന്നെ ആള് ധാരാളമായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ളായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ബസ് ഫുള്ളായി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടെ നേരത്തെ തന്നെ ഇങ്ങ് എത്തണമായിരുന്നു. എന്നിരുന്നാലേ സീറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ACGL ഇത് എവിടെയെങ്കിലും കണ്ടിട്ടോ. നമ്മുടെ KSRTC ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്ന കമ്പനി തന്നെയാണ് ACGL എന്ന് പറയുന്നത് അല്ലേ. അവർ തന്നെയാണ് ഈ വണ്ടിയും ബിൽഡ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ബൈണ്ടൂർ സ്റ്റാൻഡ്. ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്, ഒരു ഹോട്ടലാണ് നമ്മൾ ഈ കാണുന്നത്. അത് അടച്ചിട്ടേക്കാണ് കേട്ടോ. അതിവിശാലമായ ഒരു സ്റ്റാൻഡ് തന്നെയാണ് അല്ലേ, ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇതല്ലേ. അപ്പോഴേ ഇനി നമുക്ക് അടുത്ത ബസ്സിൽ പോകാം. ഇപ്പം സമയം 7:24 അപ്പോഴത്തേക്കിനും അടുത്ത ബസ് വന്നിരിക്കുകയാണ്. ഈ ബസ്സിലാണ് നമ്മൾ കൊല്ലൂരേക്ക് പോകുന്നത്. കൊല്ലൂർ മൂകാംബികയിലേക്ക് നമ്മൾ പോകുന്നത്. പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലായിട്ടും കൊല്ലൂരേക്ക് സർവീസ് നടത്തുന്നത്. ആ ബസ് ഉണ്ടല്ലോ 7:30 ആകുമ്പോഴത്തേക്കിനും എടുക്കും. 7:30 അതിനുശേഷം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ബസ്സും എടുക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ബസ്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. 7:30 ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇടവിട്ടിട്ട് കൊല്ലൂർ മൂകാംബികയിലേക്ക് ബൈണ്ടൂർ ഈ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉണ്ട് കണ്ടോ. 7:30 കണ്ടോ. ഇനി നമ്മുടെ ബസ് എടുക്കുന്നത് 8 മണിക്കാണ്.
അങ്ങനെ 8 മണിയോടടുത്തോടെ നമ്മുടെ ബസ് വിട്ടിരിക്കണേ. അപ്പം തന്നെ ഉണ്ടല്ലോ വേറെ ഒരു ബസ് അവിടെ വന്നു. അടുത്ത 8:30 പോകാനായിട്ട്, 8:30 കൊല്ലൂർക്ക് പോകാനായിട്ട് 43 രൂപയാണ് ഒരാൾക്ക് കൊല്ലൂരേക്കാകുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത്. ബൈണ്ടൂരിൽ നിന്ന് കൊല്ലൂരേക്ക് എത്താനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്ര, ഏകദേശം 40-ൽ പരം കിലോമീറ്ററുകൾ നമ്മൾ കവർ ചെയ്യും. അതും കേരളത്തിൻ്റെതായ തനതായ ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് ഏറെയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓടിട്ട വീടുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൃഷിപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ തന്നെ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവിലത്തെ സർവീസ് ആയതിനാൽ നല്ല തിരക്കാണ്, സ്കൂൾ കുട്ടികളുടെയൊക്കെ നല്ല തിരക്കാണ് നമ്മുടെ ബസ്സിൽ അനുഭവപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈണ്ടൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുമ്പോൾ സീറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ആ ബസ്സിൽ കയറരുത്. ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇടി കിട്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും ബസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇരുന്ന് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്, 40 കിലോമീറ്റർ ഉണ്ട്. മൂകാംബിക വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലൂടെയാണ് നമ്മൾ കയറുന്നത്. ഇതാണ് കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള കവാടം എന്ന്. ഇത് നമ്മൾ ബസ്സിലും കാറിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടെയാണല്ലേ. ഈ കവാടം കഴിഞ്ഞുണ്ടല്ലോ ഇടത് സൈഡിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മാസ്തിഘട്ട്. ഇവിടെ ഉണ്ടല്ലോ ബസ് നിർത്തി എല്ലാവരും തന്നെ ഇറങ്ങാറുണ്ട്. അതുപോലെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്ന് തൊഴുതിട്ടാണ് മൂകാംബികയിലേക്ക് പോകുന്നത്. തിരിച്ചും അങ്ങനെ തൊഴുതിട്ടാണ് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നതും. അങ്ങനെ നമ്മൾ നീണ്ട നേരത്തെ 1 മണിക്കൂറത്തെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കൊല്ലൂർ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ എനിക്ക് സർക്കാർ ബസ്സുകൾ ഒന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. ഇവിടെ കൂടുതലായിട്ടും സർവീസ് നടത്തുന്നത് പ്രൈവറ്റ് ബസ്സുകൾ തന്നെയാണ് കേട്ടോ. ഇമ്മിണി വലിയൊരു ബസ് സ്റ്റാൻഡാണ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡ്. അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമ ഏവരും കണ്ടിട്ടുണ്ടാകും. സമയം ഇപ്പം 9:15 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്നതാണ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡ് എന്ന്. അപ്പോഴേ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് ഈ ബസ് സ്റ്റാൻഡ് ലോക പ്രശസ്തമായത് അല്ലേ. ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിന്റെ അവിടേക്കാണ് കേട്ടോ. ഈ വഴി നേരെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിന്റെ അവിടോട്ട് ചെല്ലും. സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിക്കുണ്ടല്ലോ ഇരു സൈഡുകളിലായിട്ട് തന്നെ നമുക്ക് റൂമുകളും ഹോട്ടലുകളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോഴ് നമ്മൾ ഈ കാണുന്നതാണ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ കേട്ടോ. അവിടെ വലത് സൈഡിലായിട്ടാണ് ക്യൂ ഉണ്ടല്ലോ, അതുവഴിയാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പോകുന്നത് റൂമിലേക്കാണ്. ഞാനിവിടെ ഉണ്ടല്ലോ കർണാടക ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നമ്മുടെ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരെയായിട്ടാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് വരുന്നത്. ഈ വഴി ലെഫ്റ്റിലേക്ക് പോകണം കേട്ടോ. ഇവിടെ കുടജാദ്രിയിലേക്കുള്ള ജീപ്പുകളെല്ലാം ഇവിടെയായിട്ടാണ് നിർത്തിയിടുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇപ്പം നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. എങ്ങനെയാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് കേട്ടോ. ഇതുപോലെ തന്നെ ജഗദാംബിക ഗസ്റ്റ് ഹൗസും ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട്. ഇവിടെയാണ് നമ്മുടെ KSRTC ബസ്സുകളൊക്കെ തന്നെ പാർക്ക് ചെയ്യുന്നത്. 2 കിടപ്പുണ്ട്, സ്വിഫ്റ്റും കിടപ്പുണ്ട്, സൂപ്പർ ഡീലക്സും കിടപ്പുണ്ട് കേട്ടോ. സമയം ഇപ്പൊ ഏകദേശം 9:30 അടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് KS 93 ഇത് ആലപ്പുഴ ഡിപ്പോയുടെ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആലപ്പുഴയ്ക്കാണ്, തിരിച്ച് ആലപ്പുഴയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് 2 സൂപ്പർ ഡീലക്സ് ബസ്സുകളും കിടപ്പുണ്ട്. RPC 969 കാസർഗോഡ് ഡിപ്പോയുടെ വണ്ടിയാണ് കേട്ടോ. അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. ഇത് സുൽത്താൻ ബത്തേരി ഡിപ്പോയുടെ ATC 195 സൂപ്പർ ഡീലക്സ് ബസ് 3 കിടക്കുന്നുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള വോൾവോയും കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്ലീപ്പർ കം സീറ്റർ ബസ്സുകളും ഒക്കെ തന്നെ വരാനുണ്ട്. അങ്ങനെ നമ്മൾ ലളിതാംബിക ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് റിസപ്ഷൻ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് ആ റെസിപ്റ്റ് PDF കാണിക്കണം കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൂമിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ. റൂം വിത്തൗട്ട് വാട്ടർ ഹീറ്റർ 300 രൂപയും വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ 400 രൂപയും AC റൂമിന് 800 രൂപയാണ്. അതുപോലെ തന്നെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 11 AM ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നുണ്ട് 9 to 9 ആണ് ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈം വരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോവുകയാണ്. എനിക്ക് കിട്ടിയ ഡബിൾ റൂമാണ് കേട്ടോ ഇതിനായത് 300 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ഒരു റൂമാണ്. ബാത്റൂം ഒക്കെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കേട്ടോ. ചൂടുവെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് 300 രൂപയ്ക്ക് നമുക്ക് കിട്ടിയത്. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഡബിൾ റൂമിന് 400 രൂപയാകും.
കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ അതുപോലെ തന്നെ ജഗദാംബിക ഗസ്റ്റ് ഹൗസിലൊക്കെ റൂമുകൾ എത്രയുണ്ടെന്നും അവ ബുക്ക് ചെയ്യാനായിട്ടും നമുക്ക് ഇതിനകത്ത് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഗസ്റ്റ് ഹൗസ്, ലളിതാംബിക ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ജഗദാംബിക ഗസ്റ്റ് ഹൗസ്, മൂകാംബികയിലുള്ള ഇവയൊക്കെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതും സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത് 311 കേട്ടോ. ഞാനപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ടെമ്പിളിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു 300 മീറ്റർ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു കാനറ ബാങ്ക് ഉണ്ട്. ഈ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കടയുണ്ട്, ഒരു ചെറിയ കട. ഈ ചേച്ചിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അവർ കഴിക്കുന്ന ഒരു കടയുണ്ടല്ലോ, അതാണ് ദേ ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് അടിപൊളി ദോശയും നല്ലൊരു ചായയും നമുക്ക് രാവിലെ തന്നെ കുടിക്കാം. 3 ദോശയും ഒരു ചായയും 60 രൂപ കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ പോകുന്നത് കുടജാദ്രിയിൽ ജീപ്പ് കിടക്കുന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതിന്റെ അടുത്തായിട്ട് തന്നെയാണ് ജീപ്പ് കിടക്കുന്നത്. അങ്ങനെ കുടജാദ്രിയിലേക്ക് പോകുന്ന ജീപ്പ് കിടക്കുന്ന സ്റ്റാൻഡിൽ ഞാൻ വന്നിരിക്കുകയാണ്. ഇതാണ് കുടജാദ്രിയിലേക്ക് പോകുന്ന ജീപ്പുകളൊക്കെ കിടക്കുന്ന സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നാഷണൽ ഹൈവേ 766 സിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ദൂരമുണ്ട് കുടജാദ്രിയിലേക്ക്. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്യണം. ഒരു ജീപ്പിന് വരുന്നത് 3200 രൂപയാണ്. അത് മാക്സിമം 8 പേരെ മാത്രമേ ഒരു ജീപ്പിൽ കൊണ്ടുപോകത്തുള്ളൂ. 8 പേര് 3200 രൂപ വെച്ച് ഷെയർ ചെയ്യണം. അതിൽ ഫോറസ്റ്റ് പാസ് ഉണ്ട്. ഏകദേശം 50 രൂപയാണ് ഫോറസ്റ്റ് പാസ് ഒരാൾക്ക് ആകുന്ന തുകയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീപ്പിന്റെ പാസ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അപ്പോഴേ 8 പേരുള്ള ഒരു സംഘം പോയി കഴിഞ്ഞാൽ ഒരാൾക്കാകുന്ന തുകയെന്ന് പറയുന്നത് 470 രൂപ മാത്രമാണ്. ഏകദേശം 10:23 നമ്മൾ കുടജാദ്രിയിലേക്കുള്ള യാത്ര ജീപ്പിൽ യാത്ര ആരംഭിക്കുന്നത്. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കട്ടിനഹോള ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കണം. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ പോകുന്ന ആളുകളുടെ വിവരങ്ങൾ, അഡ്രസ് ഉൾപ്പെടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കണം. ജീപ്പുകളൊക്കെ തന്നെ ക്യൂ നിൽക്കുകയാണ് വരിയായിട്ട്. നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു പാസ് ലഭിക്കുന്നുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് പാസ് ആകുന്നത്. ജീപ്പിന് 130 രൂപയാണ് പാസ് ആകുന്നത്. അതുപോലെ തന്നെ കുടിവെള്ളം പ്ലാസ്റ്റിക് കുപ്പികളിലാണ് കൊണ്ടുവന്നെങ്കിൽ അതിനൊരു റെസിപ്റ്റ് മേടിക്കണം. 100 രൂപയോളം ആകും ആ റെസിപ്റ്റിന്. ഇവിടെ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കട്ടിനഹോള ചെക്ക് പോസ്റ്റിൽ നിന്നാണ് യഥാർത്ഥ ഓഫ് റോഡ് ആരംഭിക്കുന്നത്. മഹീന്ദ്ര ജീപ്പിൽ മാത്രം പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് ഈ കുടജാദ്രി എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മുടെ യാത്ര ഇവിടുന്ന് തുടരുകയാണ് കേട്ടോ. ഇനി നമ്മൾ നന്നായി തന്നെ പിടിച്ചിരിക്കണം. നമ്മളിപ്പോ പോകുന്നത് മൂകാംബിക വൈൽഡ് ലൈഫ് സെഞ്ചുറിക്ക് അകത്തൂടെയാണ് കേട്ടോ. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ്. കുഴികളിൽ തെന്നിയും ചരിഞ്ഞും ആടി ഉലഞ്ഞുള്ള ഈ യാത്രയുണ്ടല്ലോ, പ്രായമുള്ളവർക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പ്രായമുള്ളവർക്ക് മാത്രമല്ല, നടുവിന് പ്രശ്നമുള്ളവർക്കും ഈ യാത്ര ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഏകദേശം 6 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം നമുക്കിനി പാർക്കിംഗ്, കുടജാദ്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താനായിട്ട്, ജീപ്പ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അതുവരെ ഇങ്ങനെയുള്ള യാത്രയായിരിക്കും. കുലുങ്ങിയും തെന്നിയും മാറിയും ഒക്കെയുള്ള യാത്രയായിരിക്കും. നാഷണൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഉണ്ടല്ലോ കാട്ടിലെ ആനയുണ്ട്, കടുവയുണ്ട്, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി എന്നിവയൊക്കെയുടെ ആവാസ സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ കുടജാദ്രി മലനിരകളെ. ഇപ്പോഴും വേനലായതുകൊണ്ടാണ് ഇങ്ങനെ പൂഴി പറക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മഴക്കാലത്താണ് നമ്മൾ ഈ വഴി വരുന്നെങ്കിലുണ്ടല്ലോ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല. ചെളിയും കുണ്ടും കുഴിയും കോടയും ഒക്കെ ഇറങ്ങിയ അതിമനോഹരമായ കാഴ്ചയായിരിക്കും ഈ വഴി നമുക്ക് സമ്മാനിക്കുന്നത്. കയറ്റം കയറി എത്തിയ നമ്മൾ കാണുന്നത് കുടജാദ്രി മലയുടെ ജീപ്പ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് ജീപ്പുകളെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീപ്പ്, നമ്മൾ വന്ന ജീപ്പാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് വേണം നമ്മൾ ശങ്കരപീഠത്തിലേക്ക് എത്താനായിട്ട് കേട്ടോ. ഈ ജീപ്പ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് മുന്നോട്ട് വരുമ്പോഴേ നമുക്കുണ്ടല്ലോ ഇവിടെയായിട്ട് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ 32 അടി ഉയരമുള്ള ഒരു ഇരുമ്പ് ദണ്ഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ദേവി മൂകാസുരനെ വധിച്ച തൃശൂലം എന്നാണ് ഇത് കരുതപ്പെടുന്നത്. ഏകദേശം 32 അടിയോളം ഉള്ള തൃശൂലമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ക്ഷേത്രം. ഇവിടുന്ന് മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ആ ഇരുമ്പ് ദണ്ട് കാണാം. ഇതാണ് ഇരുമ്പ് ദണ്ട്. ശങ്കരപീഠത്തിലേക്ക് പോകുന്നവരെല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തിൽ കയറിയതിനു ശേഷം മാത്രമേ പോകാറുള്ളൂ. 2400 വർഷത്തോളം പഴക്കമുള്ള ഇരുമ്പ് ദണ്ടായിട്ടാണ് ഇതിനെ കരുതുന്നത്. ദേവി മൂകാസുരനെ വധിച്ച തൃശൂലമായിട്ടാണ് ഈ ദണ്ഡിനെ കണക്കാക്കപ്പെടുന്നത്. പച്ചിലകളൊക്കെ കൊണ്ടാണ് തണല് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ടോ,
ഒരു തരത്തിലുള്ള എന്താ പറയുക ടാർപ്പായോ മറ്റു കാര്യങ്ങളോ ഷീറ്റുകളോ ഒന്നും തന്നെ ഇവരിട്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടം അല്ലേ. അപ്പോഴേ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇനി ജ്ഞാനപീഠത്തിലേക്ക് ശങ്കരപീഠത്തിലേക്ക് പോകാം. മുന്നോട്ടുള്ള വഴി ഇനി കഠിനമാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനായിട്ടുണ്ട് ശങ്കരപീഠത്തിലേക്ക്. കുടജാദ്രിയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരെ കയ്യിൽ ഒരു വെള്ളക്കുപ്പി കരുതേണ്ടതാണ്. അത് മസ്റ്റാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മല കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ദാഹിക്കും. ഇടയ്ക്കൊന്നും തന്നെ നമുക്ക് ജലം കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല. അപ്പോഴേ കയ്യിലൊരു കുപ്പി കരുതണം. ദേ ഇവിടെയായിട്ടാണ് വെള്ളം നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ കയറി വരുന്ന സ്ഥലം തന്നെ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ തന്നെയുണ്ട്. ഇവിടെ താഴെയായിട്ട് ഇവിടെ വലത് സൈഡിൽ താഴെ ഒരു കുളമുണ്ട്, അതിൻ്റെ അവിടെ വെള്ളമുണ്ട്. ഇനിയാണ് മല കയറ്റം തുടങ്ങുന്നത്. ദേ ഈ കുളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുടിവെള്ളവും കിട്ടത്തുള്ളൂ. ഇനി അങ്ങോട്ട് കുടിവെള്ളം നമുക്ക് എങ്ങൊന്നും കിട്ടത്തില്ല. ദേ ഈ കുളത്തിൽ മീനുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് പറഞ്ഞതല്ല. ദേ ഇത് കണ്ടോ, ഇനിയാണ് മല കയറ്റം തുടങ്ങുന്നത്. കഠിനമായ കയറ്റമാണ് ഇവിടെ നിന്ന് നമുക്ക് ശങ്കര പീഠത്തിലേക്ക് എത്താനായിട്ട്. അതിമനോഹരമായ കാഴ്ചകളാണ് ഈ വഴിയിൽ എങ്ങും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മൺസൂൺ സമയത്തൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ അതിമനോഹരങ്ങളായ കാഴ്ചകളായിരിക്കും ഇവിടുന്ന് നമുക്ക് സമ്മാനിക്കുന്നത്. സഖ്യപർവ്വത നിരകളിലെ 1343 മീറ്റർ നീളമുള്ള വലിയൊരു കൊടുമുടി തന്നെയാണ് നമ്മൾ ഈ കയറുന്ന കുടജാദ്രി എന്ന് പറയുന്നത്. കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 13ാമത്തെ മല കൂടിയാണ് കുടജാദ്രി മലനിരകൾ. നമ്മൾ ഈ കയറുന്ന കുടജാദ്രി മലയുടെ അടിവാരത്ത് താഴ്വരയിലായിട്ടാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേ നോക്കിക്കേ, നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ കയറി ഇവിടെ വന്നത്. എക്സ്ട്രീം ലെവലാണ് ഈ മലകയറ്റം എന്ന് പറയുന്നത് കേട്ടോ. ദേ ഇനി തണലാണ് കേട്ടോ. അതിമനോഹരമായ ഒരു സ്ഥലത്തുകൂടിയാണ് ഇനി നമ്മൾ പോകുന്നത്. മഴക്കാലത്ത് വരണം ഇതിൻ്റെ ഭംഗി ഏറെ ആസ്വദിക്കാനായിട്ട്. അപ്പോഴാണെങ്കിൽ കോടയും മഞ്ഞും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയായിരിക്കുമല്ലോ, മഴയൊക്കെയുള്ള ആ ടൈമിൽ നമ്മൾ വരികയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റും. ദേ ഇതുപോലുള്ള വേരുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. സൂക്ഷിച്ച് താഴെ നോക്കി തന്നെ നടക്കണം. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ വരികയാണെങ്കിൽ ഇതൊക്കെ തന്നെ ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും. ദേ ഇത് കണ്ടോ, വലിയ വലിയ ഉരുളൻ കല്ലുകളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദേ ഇതുവഴിയുള്ള യാത്രയും കഠിനമാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. എന്നിരുന്നാലും ഉണ്ടല്ലോ ഈ യാത്ര ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ ദൂരെ കൂടുതലായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. കയ്യിലൊരു വെള്ളം കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. രാവിലെ 6 മണി മുതൽ നമുക്ക് ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് ജീപ്പുകളൊക്കെ തന്നെ കുടജാദ്രിയിലേക്ക് സർവീസിനായിട്ട് അവൈലബിൾ ആണ്. ആ ടൈമിൽ വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട്. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കും ഉപരിയായിട്ട് മനോഹരമായ കാഴ്ചകളാണ് സർവജ്ഞ പീഠത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ലഭിക്കുന്നത്. മഴയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രകളും മനോഹരങ്ങളായിരിക്കും. ഇത് കണ്ടോ, ചെറിയ കുറ്റിക്കാടിനകത്തൂടെ ഏകദേശം ഇപ്പം 12-10 കഴിഞ്ഞു കേട്ടോ. നട്ടുച്ച സമയമാണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല തണുപ്പാണ് ഇവിടെ. അങ്ങനെ നമ്മൾ സർവജ്ഞ പീഠത്തിലേക്ക് എത്തിയിരിക്കണേ. അതിമനോഹരമായ കാഴ്ചയാണ് ഈ വേനലിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേ നോക്കിക്കേ, നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം 2 കിലോമീറ്ററോളം ചുറ്റിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. മല കയറി ഇങ്ങ് മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒരു ലെവലാണ് കേട്ടോ. ഇനി സർവജ്ഞപീഠം നമുക്ക് കാണാം. ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച് ദേവീ പ്രീതിക്കായിട്ട് തപസ്സനുഷ്ഠിച്ച കൽമണ്ഡപത്തിലേക്കാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. ദേ ഇവിടുത്തെ ഒരു കൽവിളക്കുകളൊക്കെ തന്നെ നമുക്ക് കാണാം. ഇതാണ് സർവജ്ഞപീഠത്തിലെ ആ കൽമണ്ഡപം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകിലായിട്ടാണ് ചിത്രമൂല ഗുഹയുള്ളത്. ഇപ്പോഴേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അത് ഗവൺമെൻറ് എന്തൊക്കെയോ കാരണങ്ങൾ അടച്ചിരിക്കുകയാണ്, മൊത്തത്തിൽ അടച്ചിരിക്കുകയാണ്. ദേ ഈ വഴിയൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത്, വീണ് താഴേക്ക് പോകും. കണ്ടോ, ഗേറ്റൊക്കെ കൊണ്ട് ഈ വഴിയൊന്നും പോകരുത്. ഇത് കണ്ടോ, ഗേറ്റൊക്കെ ഇട്ട് അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഗണപതി ഗുഹയുണ്ട്. കണ്ടോ, ഈ വഴി അടച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും നിലവിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ശങ്കരാപീഠത്തിൻ്റെ ബാക്കിലെ കാഴ്ച. ദേ പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന്. അപ്പോഴേ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. വെയിലാണെങ്കിൽ പോലും നല്ല കാറ്റ് വീശുന്നതിനാൽ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. കയറി വന്നവരല്ലേ ഈ തണുപ്പത്തെ നിൽക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ വന്ന സമയത്തെ ഉച്ചയായതിനാലും ഉച്ചയായാൽ പോലും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ആളുകളാണ് ശങ്കരാപീഠത്തില് സർവജ്ഞപീഠത്തില് എത്തുന്നത്. ഇവിടെ എത്താതെ മൂകാംബിക ദേവി ദർശനം മാത്രം നടത്തി പോകുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നുമുണ്ട്. എന്നാൽ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും സർവജ്ഞപീഠത്തിൽ വരണം. ശ്രീ ശങ്കരാചാര്യരെ ഒന്ന് കാണണം, തൊഴുതു വണങ്ങി കുറച്ചു നേരം ഇവിടെ ഒന്ന് ധ്യാനിച്ചിരിക്കണം. ഏറെ നേരത്തെ ധ്യാനത്തിനും വിശ്രമത്തിനും ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഏകദേശം 12:46 ആയിട്ടുണ്ട്.
നമ്മളെ തിരിച്ചിറങ്ങുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, പൂഴി ആയതുകൊണ്ട് തെന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഹൈ ഹീലും അതുപോലെ തന്നെ തെന്നുന്ന ചെരുപ്പും ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ തെന്നി താഴേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് സൈഡിലൂടെ പിടിച്ച് ഇറങ്ങുകയോ അല്ലെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ച് ഇറങ്ങുകയോ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ വീഴും ഉറപ്പ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ചെറിയൊരു വരമ്പത്തൂടാണെന്ന് വേണം പറയാനായിട്ട്. ഒരു സൈഡിൽ ദേ വലിയ കുഴികളാണ്, മഴക്കുഴികളാണ്. നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ചു പോകുന്ന കുഴികളാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കും. മറു സൈഡിൽ വലിയ താഴ്വരകളും. ഫോണൊക്കെ പിടിച്ച് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഏതിലും ഒന്ന് വീഴുന്നതായിരിക്കും. അപ്പോൾ ഇതുവഴി വരുന്നവർ അത്രയും ശ്രദ്ധയോടുകൂടി വേണം വരാനായിട്ട്. ദേ അങ്ങനെ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം കുടിക്കണം. ദേ അവിടെയായിട്ട് നമുക്ക് ഫിൽട്ടറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെയുണ്ടല്ലോ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളവും ഇവിടെ ലഭ്യമാണ്. ദേ ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് ദേ ഇവിടെയായിട്ട് മലനിരകളിൽ വരുന്ന ഊറ്റുറവ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫിൽറ്ററിലെ വെള്ളവും വെച്ചിട്ടുണ്ട്. ഏകദേശം 1:34 നമ്മൾ താഴെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ദേ ഈ വഴിയാണ് നമ്മൾ പോയത് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ജീപ്പിൻ്റെ അടുത്തേക്കാണ്. അവിടെയാണ് ജീപ്പ് സ്റ്റാൻഡ് വരുന്നത്. ദേ എല്ലാവരും തന്നെ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 1:47 ആയിട്ടുണ്ട്. അങ്ങനെ കുടജാദ്രി സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ താഴ്വരയിലേക്ക് ഇറങ്ങിയാണ്. ഇനി പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക, നമ്മൾ വന്നപ്പം തന്നെ കണ്ടതല്ലേ. ഇനി നമുക്ക് നേരെ അങ്ങ് കൊല്ലൂര് മൂകാംബികയിലെത്തിയിട്ട് നമുക്ക് കാണാം. സമയം 3:15 നമ്മൾ ഇതേ കൊല്ലൂര് നമ്മൾ പോയ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ വന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോകാം. ക്ഷേത്രത്തിൻ്റെ അവിടേക്കുള്ള പ്രവേശനം ദേ ഈ നടപ്പാതയിലൂടെയാണ് കേട്ടോ. നമ്മുടെ മുമ്പിലായിട്ട് കാണുന്ന ദേ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, ദേ ഈ റൈറ്റ് സൈഡിൽ ഇതാണ് ജഗദാംബിക ഗസ്റ്റ് ഹൗസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാവുന്നത്. അത് ഈ ജഗദാംബിക ഗസ്റ്റ് ഹൗസ് ആണ്. ഇത് നമ്മുടെ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സിംഗിൾ റൂമിന് 250 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡബിൾ റൂമും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ലിഫ്റ്റും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് നടക്കാം. ഈ സമയത്തുണ്ടല്ലോ, ഒരു 3 മണി കഴിഞ്ഞുള്ള സമയത്ത് ക്ഷേത്രം തുറക്കുകയും ക്ഷേത്രത്തിൽ ഈ സമയത്തുണ്ടല്ലോ അധികം ആളുകളൊന്നും തന്നെ കാണത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വരികയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഭംഗിയായിട്ട് ദേവിയെ കണ്ട് തൊഴാനായിട്ട് സാധിക്കും. അങ്ങനെ എൻ്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒരു ബലം കണ്ടിട്ടുണ്ട്. ഏറെ നാൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, മൂകാംബിക അമ്മ മനസ്സിൽ വിചാരിക്കാതെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. ദേ ഇതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം. ഈ സമയത്ത് തിരക്ക് നല്ല കുറവാണ് കേട്ടോ. ക്യൂ ഒക്കെ കണ്ടോ, ക്യൂവിൽ ഒന്നും തന്നെ ആളില്ല. നമുക്കുണ്ടല്ലോ എളുപ്പം കയറി തൊഴുതിട്ട് വന്നിട്ട് കാഴ്ചകൾ കാണാം. ദേ ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് സാധിക്കും. ഇപ്പോഴും സമയം എന്ന് പറയുന്നത് ഏകദേശം 3:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ കണ്ടോ ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഇല്ലെങ്കിൽ വലിയ ക്യൂ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നല്ല ക്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കൂടാൻ ദർശനം നടത്തി ഇറങ്ങാവുന്നതാണ്. അപ്പോഴേ ദർശനമൊക്കെ കഴിഞ്ഞ് ഇതുവഴിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. ദേ ഇനി ക്ഷേത്രമൊക്കെ തന്നെ നമുക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടുവരാം കേട്ടോ. 3 മണിയൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലാണ്. ദേ ഇതാണ് മൂകാംബിക ദേവി ക്ഷേത്രം എന്നത്. ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്തായിട്ട് ദേ ഈ കാണുന്നതാണ് സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് കുട്ടികളെയൊക്കെ വിദ്യാരംഭം കുറിക്കുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. വിദ്യാരംഭം ഒക്കെ കുറിക്കുന്ന കാഴ്ചകൾ. ദേ ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കുന്ന സ്ഥലം ദേ ഇവിടെയായിട്ടാണ്. ഈ കണ്ടോ ഇതെല്ലാം തന്നെ ക്യൂ നിൽക്കാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ലൈനുകളാണ്. ഉപദേവതമാരെ കാണാം. ദേ വലിയൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ക്ഷേത്രത്തിന്റെ ചുമരിൽ ദേവിയുടെ പലതരത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉപദേവതമാരെ ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഈ സമയത്ത് വരികയാണെങ്കിൽ തിരക്ക് നല്ല കുറവായിരിക്കും. രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ 6 മണിക്ക് ശേഷം ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ക്ഷേത്രത്തിന്റെ ചുമരിൽ ദേവിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ എങ്ങും കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിന് ചുറ്റും കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങി അന്നദാന മണ്ഡപത്തിന്റെ അവിടേക്കും പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ സാരി കൗണ്ടറാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നമുക്ക് സാരി ഡൊണേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ദേവിക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നെയ് വിളക്കുകളൊക്കെ തന്നെ കത്തിക്കുന്ന സ്ഥലമാണ്. കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. 80 രൂപയാണെന്ന് അവിടെയാണ് കൗണ്ടർ, അവിടെയായിട്ട് വരും കൗണ്ടർ. അപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നെയ്വിളക്ക് നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ക്ഷേത്രത്തിന്റെ പുറകു വശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് പോകാനും, നമ്മൾ വന്നില്ല റോഡ്, ആ റോഡിലേക്ക് പോകാനും ഒക്കെ സൗകര്യപ്രദമായ വഴിയാണ് ഇത്.
അപ്പോഴേ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി സൗപർണിക തീർത്ഥത്തിലേക്ക് സ്നാനഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിവിശാലമായ വലിയൊരു ക്ഷേത്രം തന്നെയാണ് മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. ദേ നമ്മുടെ മുമ്പിലായിട്ട് ആ കാണുന്നതാണ്, നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് കേട്ടോ. ഇവിടെ വലത് സൈഡിലായിട്ട് ഒരു 50 മീറ്റർ മാറിയിട്ടാണ് അന്നദാന മണ്ഡപം ഉള്ളത്. അവിടെ ഉണ്ടല്ലോ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ രഥമുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കാണുന്ന ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കുട്ടികളുടെ നൃത്തവും മറ്റു പരിപാടികളും ഒക്കെ തന്നെ മൂകാംബികയിൽ നടക്കുന്നത്. ഇത് കണ്ടോ, വലിയൊരു തടി കൊണ്ടുള്ള രഥമാണ് കേട്ടോ. പഴയ രഥത്തിന് പുതിയ വീല് ഇട്ടിരിക്കുകയാണ്. അത് കാഴ്ച കാണാം. ദേ കണ്ടോ, അത്ര വലിയ രഥമാണ് കേട്ടോ. ഇത് കണ്ടോ, പഴയ രഥത്തിന്റെ വീലാണ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്, നിലത്ത് തൊടാതെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം പുതിയതായി നിർമ്മിച്ച വീലിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയൊരു രഥം തന്നെയാണ് കേട്ടോ ഇത്. ഉത്സവ സമയത്തൊക്കെ ആയിരിക്കാം ഈ രഥം കൂടുതലായിട്ടും എടുക്കുന്നത്. അല്ലാത്ത പക്ഷം അകത്ത് രഥമുണ്ട്, അത് നമ്മൾ കണ്ടില്ലായിരുന്നോ? അല്ലെങ്കിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ സ്വർണ്ണ രഥമുണ്ട്. ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന മൂകാംബിക ടെമ്പിളിൽ നിന്ന്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന വഴി എന്ന് പറയുന്നത്. മൂകാംബിക ക്ഷേത്രത്തിലെ പൂജാ ടൈമിംഗ് നോക്കാം. രാവിലെ 5 മണിക്ക് നട തുറക്കും. അതുപോലെ 1:30 നട അടയ്ക്കും. പിന്നെ 3 മണിക്കാണ് നട തുറക്കുന്നത്. പിന്നെ 9 മണിയാകുമ്പോഴത്തേക്കും നട അടയ്ക്കും. അപ്പോഴേ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് കാണുന്ന ഈ വഴി ഒരു 300 മീറ്ററോളം നമ്മൾ നടക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓട്ടോ എടുത്തു പോകാനാണ് ഏകദേശം ഒരു 40-50 രൂപയാകും സൗവർണികയിലേക്ക്. ക്ഷേത്രത്തിൽ നിന്ന് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഗോപുരം പണിയുന്നതായിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു സ്കൂളുണ്ട് കേട്ടോ. കൊല്ലൂർ സ്കൂളാണ് ഈ കാണുന്നത്. സ്കൂളിൻ്റെ ഇവിടെ തന്നെ ഒരു മന്ദിരമുണ്ട്. ആ മന്ദിരമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ കിടക്കുന്ന ഈ വഴിയിലാണ് നമുക്ക് പോവേണ്ടത്. ഇതിലെ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡിലല്ലോ. അപ്പോൾ സൗപർണികയിലേക്ക് ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് സൗപർണിക തീർത്ഥത്തിന് അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, വിനായക ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇതുവഴിയാണ് സൗപർണിക തീർത്ഥത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ ഉണ്ടല്ലോ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ട്. ഇപ്പോഴേ വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളം അത്രയ്ക്ക് തന്നെ ഇല്ല. മൺസൂൺ സമയത്ത് മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് സൗപർണിക നദീതീർത്ഥവും ഒക്കെ തന്നെ. ഇതാണ് സൗപർണിക നദീതീർത്ഥം. ഇപ്പോഴേ ജലത്തിന് ഒഴുക്കില്ല കേട്ടോ, കാരണം തീരെ വെള്ളം കുറവാണ്. ഇവിടെ ഒരു സാരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ മാത്രമേ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. മഴക്കാലം ആകുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ ഈ സൗപർണിക നദിയിൽ ഇറങ്ങി കുളിച്ചതിന് ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. മീനുകളൊക്കെ തന്നെ ധാരാളമായിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് ഭംഗിയുള്ള, അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് സൗപർണിക സ്നാനഘട്ടം എന്നത്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ കുളിക്കാനായിട്ട് സാധിക്കും. നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇനി പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഞാൻ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. നടന്നു തന്നെയാണ് ഞാൻ ഇനി പോകുന്നത്. നമ്മുടെ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ സമയം 4:30 ഇനി റൂമിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിന് മുമ്പിലേക്ക്, മൂകാംബിക ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കടന്നു പോകുന്ന ഗോപുരം എന്ന് പറയുന്നത്. ഏകദേശം സമയം 7 മണിയോടെ അടുത്തിരിക്കുകയാണ്. 6:55 ആയിട്ടുണ്ട്. അത്ര മനോഹരമാണ് അല്ലേ? നല്ല തിരക്ക് കുറവാണ് പുറത്തുനിന്ന് നമ്മൾ കരുതുമെങ്കിലും അകത്ത് നല്ല തിരക്ക് തന്നെ ഉണ്ടാകും. ദീപാരാധനയൊക്കെ തൊഴാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ അകത്തുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതും കൂടുതലായിട്ട് മലയാളികൾ തന്നെയാണ്. ഒരു മലയാളി പോലും വരാത്ത ദിവസം ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു മലയാളി വരാതിരുന്നാൽ ദേവി കേരളക്കരയിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും തന്നെ അകത്തുണ്ട് കേട്ടോ. ദീപാരാധന സമയമായതിനാൽ ഗോപുര വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. അത് എത്രത്തോളം പറഞ്ഞ് അറിയിക്കണമെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. ക്ഷേത്രത്തിന് അകത്തെ തിരക്ക് കണ്ടോ, വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഇത് 7 ദിവസമാണ് ഞാൻ വന്നിരുന്നത്. എങ്കിൽ പോലും മലയാളികൾ തന്നെയാണ് കൂടുതലും. നമ്മൾ 3 മണിയൊക്കെ വന്നപ്പോൾ ഉള്ള ക്യൂ ആണോ നോക്കിക്കേ. ക്ഷേത്രത്തിന് ചുറ്റും അത്യാവശ്യം നല്ല ക്യൂ തന്നെയാണ്. ദേവി ദർശനത്തിനായിട്ട് നിൽക്കുന്നവരുടെ ക്യൂ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നിടത്ത് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി കയറ്റി വിടും. എളുപ്പത്തിൽ ഈ ക്യൂവിലൂടെ അവിടെ എത്താനായിട്ട് സാധിക്കും. 500 രൂപയുടെ ഈ ക്യൂവിനാകുന്നത്. ഇങ്ങനെ 100 രൂപയുടെ ക്യൂബും ഇവിടെയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്ന സ്ഥലം. അവിടെ തന്നെയായിട്ട് 100 രൂപയുടെ ക്യൂ ഉണ്ട്. ഇതുവഴി ഇങ്ങനെ കറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മുമ്പിൽ ചെല്ലാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ദേവീ ദർശനം നടത്തുകയും ചെയ്യാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ തേര്. ഇത് രാവിലെയാണ് ഈ തേര് വലിക്കുന്നത്. ഇപ്പോഴേ രാത്രി മംഗളാരതിയുടെ സമയമാണ്.
ദേ ഈ കാണുന്നതാണ് സ്വർണ്ണ തേരാണ് കേട്ടോ. ഇത് വലിക്കുന്നതിന് ആവശ്യമായ പണം ഓഫീസിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വലിപ്പിക്കുന്നതാണ്. സ്വർണ്ണത്തേര് വലിക്കുന്നതും ഈ വൈകുന്നേര സമയങ്ങളിലാണ്. എത്ര ഭംഗിയാണെന്ന് നോക്കിക്കുക ആ തേര്. ഇത് വലിക്കുന്നതിന് ആവശ്യമായ ആൾക്കാർ, പണമടച്ച ആൾക്കാരെല്ലാം ഇവിടെ തന്നെ, ഭക്തർ ഇവിടെ തന്നെ വന്ന് നിൽക്കും. അവരാദ്യം തേങ്ങ അടിക്കും കേട്ടോ ഇതിന് മുമ്പിലേക്ക്. അതിനുശേഷമാണ് ഈ സ്വർണ്ണത്തേര് വലിച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത്. ഇതിന് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്, പോലീസുകാർ ഗണ്ണും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഈ സ്വർണ്ണത്തേരിന്റെ ചുറ്റും കേട്ടോ. അപ്പോഴേ തേര് വലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഷായം കിട്ടും. അത് മേടിക്കുന്നതിനുള്ള ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. സ്വർണ്ണത്തേര് വലിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി വെക്കും. നമ്മൾ പളനിയിലും ഇങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് രാത്രിയിൽ അന്നദാനം കഴിക്കാനായിട്ട് പോകാം. 8 മണി മുതൽ, വൈകുന്നേരങ്ങളിൽ 8 മണി മുതൽ 9:30 വരെ മാത്രമേ അന്നദാനം ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് നടക്കാം. ഉച്ചയ്ക്കാണെങ്കിലുണ്ടല്ലോ 12 മണി മുതൽ 2:30 വരെയാണ് അന്നദാനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം 8 മണി മുതൽ, നല്ല ക്യൂ ആണ് കേട്ടോ, 8 മണി മുതൽ 9:30 വരെ വൈകുന്നേരത്തെ ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ക്യൂ നിന്നിട്ട് നമ്മൾ എവിടെ നിന്ന് പ്ലേറ്റ് എടുത്ത് നമുക്ക് ചോറും സാമ്പാറും മറ്റ് കൂട്ടാനുകളും ഒക്കെ തന്നെ വാങ്ങിയിട്ട് വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അന്നദാനം കഴിക്കുന്നതിന് പ്രത്യേക കൂപ്പണുകൾ ഒന്നും തന്നെ എടുക്കണ്ട, ഫ്രീ ആണ്. ക്ഷേത്രത്തിന് ചുറ്റുപാടും ഒക്കെ കണ്ട് കേട്ട് മടങ്ങി നമ്മൾ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തുറക്കും കേട്ടോ. ഇപ്പോഴും ഇവിടെ ക്യൂവിൽ ആരും തന്നെ ഇല്ല. സമയം എന്ന് പറയുന്നത് ഏകദേശം 7:15 അടുത്തിരിക്കുകയാണ്. രാവിലെ 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്ഷേത്രം തുറക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ക്ഷേത്രം തുറക്കുകയും 9 മണിക്ക് അടയ്ക്കുകയും ചെയ്യും കേട്ടോ. ഈ സമയത്താണ് നമ്മൾ വരുന്നതെങ്കിലുണ്ടല്ലോ നന്നായി കണ്ടു തൊഴാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ എഴുത്തിനിരുത്തുമെന്ന് കുട്ടികളെ. എഴുത്തിനിരുത്തുന്ന തിരക്ക് കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് പേരാണ് ഇവിടെ എഴുത്തിനിരുത്തുന്നത്. ഒരു പുഷ്പാഞ്ജലിക്ക് 15 രൂപയാകത്തുള്ളൂ കേട്ടോ. ഞാനൊരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചതിന് ശേഷം ഈ കാണുന്നതാണ് കൗണ്ടർ. ഇവിടെ ഇന്ന് രസീത് വാങ്ങി അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ പുഷ്പാഞ്ജലിയുടെ പ്രസാദം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമായ നിമിഷം. അപ്പോഴേ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യുകയാണ്. ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ റൂം എടുക്കുമ്പോഴുണ്ടല്ലോ 500 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. ആ 500 രൂപ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോഴേ അവർ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോഴേ അതും വാങ്ങിയിട്ട് ഞാൻ നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി. കൊല്ലൂർ ടെമ്പിൾ ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് ഞാൻ ഇനി ബൈണ്ടൂരേക്ക് പോകും. ഇപ്പം സമയം ഏകദേശം 9:02 ഞാൻ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് കേട്ടോ. 9:15 കൂടിയിട്ട് നമ്മൾ പോകേണ്ട ബസ് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ബസ് തന്നെയാണ്. 43 രൂപയാണ് ഇവിടുന്ന് ആകുന്ന ടിക്കറ്റ്. കൊല്ലൂരിന്റെ കവാടവും കഴിഞ്ഞ് നമ്മളിനി ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര. 40 കിലോമീറ്ററോളം ദൂരമുണ്ട് ബൈണ്ടൂരിലേക്ക്. അങ്ങനെ നമ്മൾ ബൈണ്ടൂരിൽ ബസ് വന്നിറങ്ങി. നമ്മൾ വന്ന ബസ്സാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇതുവഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നമ്മൾ ഇന്നലെ ബസ് കയറിയത് ഇവിടെ നിന്നാണ്. സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോയും എടുത്തു പോകാം, അല്ലെങ്കിൽ നടന്നും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഏകദേശം 500 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അങ്ങനെ നമ്മൾ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മൾ ഇനി നാട്ടിലേക്ക് പോകുന്നത്. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന 19,260 ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസിനാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. വണ്ടിയാണെങ്കിൽ 1.5 മണിക്കൂർ ലേറ്റ്. അപ്പോഴേ നമുക്ക് സ്റ്റേഷന്റെ അകത്തേക്ക് പോകാം. ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 11:58 എത്തിച്ചേരേണ്ട വണ്ടിയാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. അവിടെയായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത് കേട്ടോ. അവിടെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ മൂകാംബിക റോഡ് ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി വെയിറ്റിംഗ് ഹാളുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. നമുക്ക് സ്ലീപ്പറിലാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. ഏകദേശം സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 10:40 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് വെയിറ്റിംഗ് ഏരിയയിലാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വെയിറ്റിംഗ് ഏരിയ. വാഷ്റൂമും നല്ല വൃത്തിയുള്ളതാണ്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ് നമുക്ക് പോകേണ്ട ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബൈണ്ടൂർ സ്റ്റേഷനിലേക്ക്.
ഇതിനാണ് ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നത്. ഓൾറെഡി 1 മണിക്കൂറോളം ലേറ്റ് ആണ് നമ്മുടെ ട്രെയിന്. മൂകാംബിക റോഡ് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് ലോക്കൽ കമ്പാർട്ട്മെന്റ് 200 രൂപയും അതുപോലെ തന്നെ സ്ലീപ്പറില് 412 ടാക്സ് അടക്കം 412 രൂപയോളമാണ് ചെങ്ങന്നൂരിലേക്ക് ടിക്കറ്റ് ആകുന്നത്. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന സ്ലീപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ദേ ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. നമ്മുടെ കേരളത്തിലേക്ക് കൊല്ലൂർ മൂകാംബിക ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധാരാളം ട്രെയിനുകളൊക്കെ ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 16345 നേത്രാവതി എക്സ്പ്രസ് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു വണ്ടിയാണ് നേത്രാവതി എന്ന് പറയുന്നത്. രാത്രി 1:48 നേത്രാവതി ബൈൻഡൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ഒരു വണ്ടി കൂടിയാണ് നേത്രാവതി. ഇതുകൂടാതെ നമ്മുടെ കോട്ടയം വഴി വീക്കിലി എക്സ്പ്രസുകൾ ധാരാളമായിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസം 12, 20, 1 തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് എക്സ്പ്രസ്. ഇത് ബൈൻഡൂർ വരുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 5:40 ബുധനാഴ്ച നമ്മൾ ഇതേ ഈ പോകുന്ന 12:26 തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. ഇതിന്റെ സമയം വരുന്നത് രാവിലെ 11:58 ഇനി മൂന്നാമതായിട്ട് വ്യാഴാഴ്ച ദിവസം വരുന്ന വണ്ടി ഏതാണെന്ന് നോക്കാം. തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 16:31 3 മണി രാവിലെ 3:12 ഇത് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഇനി വെള്ളിയാഴ്ച സർവീസ് നടത്തുന്ന വണ്ടി ഏതാണെന്ന് നോക്കാം. തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് 16:33 രാവിലെ ഏകദേശം 11:58 കൂടിയിട്ട് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം സർവീസ് നടത്തുന്ന 16:33 നാഗർകോവിൽ വീക്കിലി എക്സ്പ്രസ്. ഇത് ഏകദേശം 12 മണിയോട് കൂടിയിട്ട് ബൈൻഡൂർ എത്തിച്ചേരുകയും കേരളത്തിലേക്ക് യാത്ര തിരികുകയും ചെയ്യും. ഈ പറഞ്ഞ 5 വണ്ടികൾ വീക്കിലി എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഈ വണ്ടികളെല്ലാം തന്നെ കാണത്തുള്ളൂ. കേരളത്തിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്ത് മൂകാംബിക ദേവി ദർശനം നടത്തി പോകണമെങ്കിൽ നമുക്ക് ട്രെയിൻ മാർഗം മാത്രമേ ഇങ്ങോട്ട് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ബസ്സിലൊക്കെ വളരെ വളരെ എക്സ്പെൻസീവ് ആണ് ബസ്സിലെ യാത്ര. ട്രെയിനിലാകുമ്പോഴേ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാവുന്നതുമാണ്. മൂകാംബിക ദേവി ദർശനം നടത്തുന്നവരെ കഴിവതും കുട്ടികളുടെ അവധി സ്കൂൾ അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലും ക്രിസ്മസ് ഓണം അവധി വെക്കേഷനുകളിലും ഒന്നും തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വളരെയേറെ തിരക്കുള്ള ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനത്തിന് അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിലാണ്. അന്നേ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നല്ല തിരക്ക് കുറവും ഹോട്ടൽ റൂമുകൾക്കൊക്കെ തന്നെ നല്ല പൈസ കുറവായിരിക്കും. ശനി ഞായർ ദിവസങ്ങളിലെ ഹോട്ടൽ റൂമുകൾക്കൊക്കെ നല്ല വിലയായിരിക്കും. സീസൺ ടൈമിലെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സീസൺ ടൈമില് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സിക്ക് ആയിക്കോട്ടെ ഓട്ടോയ്ക്ക് ആയിക്കോട്ടെ നല്ല റേറ്റ് അവർ മേടിക്കും മൂകാംബികയിലേക്ക് പോകാനായിട്ട്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വെച്ചിട്ട് മൂകാംബിക യാത്ര പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. എനിക്ക് ഈ യാത്രയ്ക്ക് അയക്കുന്ന തുകയെന്ന് പറയുന്നത് 1500 രൂപയിൽ താഴെയാണ്. അത് ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഏകദേശം 12:50 എത്തേണ്ട നമ്മുടെ ഈ വണ്ടി എത്തിയത് 1:42 അടുത്താണ്. ഏകദേശം 1 മണിക്കൂർ ലേറ്റ് ആണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോഴേ ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കുന്നവരെ ഒരു കൊതുക് തിരിയും കൂടെ കരുതിക്കണം. എന്താണെന്നല്ലേ അപ്പൊ മനസ്സിലാകും.